ശരിക്കും ഗുഡ് മോർണിംഗ് ഗൈസ്, ഹാപ്പി പൊങ്കാല. ഇന്നപ്പം മാർച്ച് 13 പൊങ്കാലയാണ്. അപ്പം ട്രിവാൻഡ്രത്തൊക്കെ എല്ലാവരും ആറ്റുകാൽ ക്ഷേത്രത്തിൻ്റെ അവിടെ അല്ലേ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പം നമുക്ക് എന്തായാലും അവിടെ പോയിട്ട് ഇടാൻ പറ്റില്ല. അപ്പം നമ്മളിവിടെ മൈസൂർ തന്നെ ഒരു ദേവി ക്ഷേത്രമുണ്ട്, അവിടെയാണ് നമ്മൾ പൊങ്കാല ഇടാൻ വേണ്ടി പോകുന്നത്. അതെ, ചാമുണ്ടി വനത്തിൻ്റെ അവിടെ ഒരു ദേവി ക്ഷേത്രം ഉണ്ട് കേട്ടോ. അപ്പം അമ്മ മാത്രമേ ഇടുന്നുള്ളൂ, ഞാൻ ഇടുന്നില്ല. ഞാൻ ജസ്റ്റ് അമ്മയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. പിന്നെ നമ്മളാകെ ഒരു പ്രാവശ്യം ആറ്റുകാലിൽ പോയിട്ടുള്ളൂ കേട്ടോ. പണ്ടെല്ലാം ഒരു 10-12 വർഷമാവും കേട്ടോ. അച്ഛൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ കുറച്ച് സ്റ്റേ ചെയ്ത് അവിടെ ട്രിവാൻഡ്രമൊക്കെ കുറച്ച് എക്സ്പ്ലോർ ചെയ്തപ്പോൾ പോയതാണ്. ആകെ ഒരു പ്രാവശ്യം പോയിട്ടുള്ളൂ. അപ്പം നമുക്ക് ഇനിയും പോകണമെന്നുണ്ട്, ഹോപ്പ്ഫുള്ളി നടക്കുകയായിരിക്കും. അപ്പം അമ്മ ഓൾ സെറ്റ് പൊങ്കാല ഇടാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. അമ്മയ്ക്ക് എന്താ പറയാനുള്ളത് പൊങ്കാലായിട്ട്? പൊങ്കാല ഭക്തിയോടെ ഇടുക, പിന്നെ ഫാസ്റ്റിംഗ് ആണ്. അമ്മ ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ. ഞാൻ രാവിലെ ചെറുതായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, ഇല്ലെങ്കിൽ എനിക്ക് തീരെ പറ്റില്ല, നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആണല്ലോ, ഹെൽത്ത് അനുസരിച്ച് നമ്മൾ. അതെ, അപ്പം അമ്മ ഒന്നും കഴിച്ചിട്ടില്ല, വെള്ളം പോലും കുടിച്ചിട്ടില്ല. പിന്നെ അമ്മയുടെ ഫസ്റ്റ് പൊങ്കാലയാണ് കേട്ടോ. അപ്പം എല്ലാവരും പ്രാർത്ഥിക്കണം, അമ്മയ്ക്ക് നല്ല അടിപൊളിയായിട്ട് പൊങ്കാല ഇടാൻ പറ്റണം എന്ന് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. അപ്പം നമുക്കിനി അവിടെ എത്തിയിട്ട് കാണാം. ഞങ്ങളെല്ലാവരും ഒരു 8:15 ആകുമ്പോഴേക്കും അമ്പലത്തിൽ എത്തിയിട്ടോ. ഇവിടെ മൈസൂർ വിദ്യാരണ്യപുരത്തുള്ള ശ്രീ ചാമുണ്ടേശ്വരി ദേവി ക്ഷേത്രത്തിലായിരുന്നു പൊങ്കാല ഇട്ടത്. അമ്മ, ഞാൻ, അപ്പൂപ്പ, പാപ്പു, അങ്ങനെ 4 പേരും കൂടിയാണ് പോയത്. നമ്മൾ അമ്പലത്തിൽ എത്തിയ സമയത്ത് അധികം ആളുകളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അത് കാരണം തന്നെ നമ്മൾ വേഗം പോയി തൊഴുതു വന്നു. പിന്നെ അതിനുശേഷമായിരുന്നു അമ്പലം കഴുകലും കോലം വരക്കലും അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. കുറച്ച് നേരവും കൂടെ കഴിഞ്ഞപ്പോൾ നമ്മുടെ കരയോഗത്തിലെ ആൾക്കാരൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ ഇപ്പോൾ പറ നിറയ്ക്കുകയാണ്. പറ നിറയ്ക്കാൻ വേണ്ടി 100 രൂപയാണ് ചാർജ് ചെയ്യുന്നത് കേട്ടോ. ഇത് മൈസൂരിലുള്ള NSS കരയോഗം നടത്തുന്ന പൊങ്കാലയാണ്. അപ്പോൾ പറ നിറയ്ക്കാൻ 100 രൂപയും പൊങ്കാല ഇടാൻ 400 രൂപ, അങ്ങനെ ഒരാൾക്ക് ടോട്ടലായിട്ട് 500 രൂപയാണ് പൊങ്കാല ഇടാനുള്ള എക്സ്പെൻസ്. നമ്മുടെ പൊങ്കാലയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഐറ്റംസും അവർ തന്നെ അവിടെ പ്രൊവൈഡ് ചെയ്യും കേട്ടോ. നമ്മൾ ജസ്റ്റ് ന്യൂസ് പേപ്പർ, പിന്നെ ഈ പൊങ്കാല ചട്ടി പിടിക്കാൻ വേണ്ടിയുള്ള ക്ലോത്ത്, കത്തി, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് മാത്രം നമ്മൾ കൊണ്ടുപോയാൽ മതി. അവരവിടെ പൊങ്കാല ചട്ടി, അരി, വെല്ലം, കർപ്പൂരം, ചന്ദനം, ഭസ്മം, കുങ്കുമം, പിന്നെ നെയ്യൊക്കെ നമ്മുടെ പായസം ആയതിനു ശേഷം അവർ കുറച്ച് ഇങ്ങനെ ഒഴിച്ച് തരികയാണ് ചെയ്യുക. നമുക്ക് വേണമെങ്കിൽ വീട്ടിൽ നിന്ന് നെയ്യോ അണ്ടിപ്പരിപ്പ്, മുന്തിരി അതെല്ലാം കൊണ്ടുപോകാട്ടോ. നമ്മൾ അതെല്ലാം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ചിലവരൊന്നും കൊണ്ടുവരില്ല, ബട്ട് ദാറ്റ്സ് ഓക്കെ. അവരെന്തായാലും അവിടെ നമുക്ക് ഒഴിച്ചു തരും. നമുക്ക് നമ്മുടെ പൊങ്കാല പായസം കുറച്ചുകൂടെ അടിപൊളിയാക്കണം, കുറച്ചുകൂടെ റിച്ച് ആക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട ഐറ്റംസ് എല്ലാം കൊണ്ടുപോകാട്ടോ. അങ്ങനെ പറ നിറയ്ക്കൽ തുടങ്ങിയിരിക്കുകയാണ്. ഈവൻ ദോ നമ്മൾ അമ്പലത്തിൽ നേരത്തെ എത്തിയെങ്കിലും നമുക്ക് ടോക്കണൊക്കെ കിട്ടാൻ വേണ്ടി കുറച്ച് സമയം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ക്യൂ ഉണ്ടായിരുന്നു കേട്ടോ. 2-3 ആൻറ്റിമാരുടെ ശേഷമായിരുന്നു അമ്മയുടെ പറ നിറയ്ക്കൽ. അപ്പം അമ്മ ഓൾ സെറ്റ് പറ നിറയ്ക്കാൻ വേണ്ടി ആൾ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ അമ്മ രാവിലെ എണീറ്റ് കുളിച്ച് സാരി ഉടുത്ത് ഡയറക്റ്റ് അമ്പലത്തിലേക്ക് പോവാണ് ചെയ്തത്. പച്ച വെള്ളം പോലും കുടിച്ചിട്ടില്ല കേട്ടോ. പക്ഷെ അവരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആൻറ്റിമാരെല്ലാവരും രാവിലെ കഴിച്ചിട്ടാണ് വന്നത്, കാരണം നമുക്കിവിടെ ഫുഡ് കിട്ടാൻ 1:30-1:45 ആവും. അപ്പോൾ പക്ഷെ അമ്മ പറഞ്ഞു ഇറ്റ്സ് ഓക്കെ, എൻ്റെ ഫസ്റ്റ് പൊങ്കാലയാണ്, അപ്പം ഞാനൊന്നും കഴിക്കാണ്ട് പോവാന്ന്. അപ്പം ഞാനൊക്കെ പറഞ്ഞു എന്തെങ്കിലും കഴിച്ചിട്ട് പോകാം, അറ്റ്ലീസ്റ്റ് ചായയോ എന്തെങ്കിലും വെള്ളം കുടിച്ചിട്ട് പോകണം, കാരണം ഭയങ്കര വെയിലാണല്ലോ. പക്ഷെ അമ്മ ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് ഒന്നും കഴിച്ചില്ല കേട്ടോ. പക്ഷെ അമ്മയ്ക്ക് താങ്ക് ഗോഡ്, ദൈവം സഹായിച്ചു, ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ട് തന്നെ പൊങ്കാല ഇടാൻ പറ്റി. ഒരു തളർച്ച, ഒരു ക്ഷീണവും വന്നില്ല കേട്ടോ. അങ്ങനെ അമ്മ പറ നിറച്ച് കഴിഞ്ഞു. അടുത്ത സ്റ്റെപ്പ് നേരെ പൊങ്കാലയുടെ ഐറ്റംസ് കളക്ട് ചെയ്യലാണ്. 2 റെസിപ്റ്റാണ് തരിക കേട്ടോ. പറ നിറയ്ക്കുമ്പോൾ ആ റെസിപ്റ്റ് അവിടെ കൊടുക്കണം. പൊങ്കാലയുടെ ഐറ്റംസ് കളക്ട് ചെയ്യുമ്പോൾ ആ റെസിപ്റ്റ് ആ റൂമിൽ കൊടുക്കണം. നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആട്ടിമാരൊക്കെ നല്ല സ്ഥലവും പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തോ ദൈവം സഹായിച്ച് നമുക്ക് നല്ലൊരു സ്ഥലമാണ് പൊങ്കാല ഇടാൻ വേണ്ടി കിട്ടിയത്. ഈ ക്യൂ എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ പൊങ്കാല ചട്ടി കഴുകാനുള്ള ക്യൂ ആണ് കേട്ടോ. ഇത് അമ്മ ഇവിടെ നിൽക്കുന്നുണ്ട്.
പൊങ്കാല ചട്ടിയൊക്കെ നല്ല വൃത്തിയായി കഴുകിയിട്ട് വെള്ളം നിറച്ചതാ കുറേ ആൻറ്റിമാർ വരുന്നുണ്ട്, അമ്മയും വരുന്നുണ്ട് കേട്ടോ. ഞാൻ ഫ്രണ്ടിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. നമുക്ക് പൊങ്കാല ഇടാൻ കിട്ടിയ സ്ഥലം എന്ന് വെച്ചാൽ ഏറ്റവും ലാസ്റ്റ് ടുവേർഡ്സ് ദ എൻഡ് ആയിരുന്നു കേട്ടോ. അങ്ങനെ 3 റോ ആയിട്ടായിരുന്നു പൊങ്കാല ഇടുന്നുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല സ്ഥലമാണ് നമുക്ക് കിട്ടിയത്. വെയിലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അത് കാരണം തന്നെ തലവേനയൊന്നും ദൈവം സഹായിച്ച് വന്നില്ല കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ നല്ലൊരു കാര്യം നല്ല രീതിയിൽ വ്രതമൊക്കെ എടുത്തിട്ടാണ് അമ്മ ചെയ്യുന്നത്. അപ്പം എന്തായാലും അതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടാതിരിക്കില്ലല്ലോ. പിന്നെ വിറക്, പട്ട, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അമ്പലത്തിൻ്റെ ഒരു സൈഡിൽ മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ കളക്ട് ചെയ്തിട്ട് വരണം കേട്ടോ. ബാക്കി ചട്ടി കാര്യങ്ങളൊക്കെ ഒരുമിച്ച് നമുക്ക് തരും. ഇത് മാത്രം നമ്മൾ സെപ്പറേറ്റ് പോയി എടുത്തിട്ട് വരണം. അപ്പോൾ എല്ലാവരും ഇതൊക്കെ നമ്മൾ പൊങ്കാല ഇടുന്നതിൻ്റെ അടുത്തടുത്ത് കുറച്ച് കളക്ട് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. തീ അഥവാ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ആളി കത്താൻ വേണ്ടിയിട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ചട്ടിയിൽ നമ്മൾ കുങ്കുമം, പിന്നെ മഞ്ഞൾ, ഭസ്മം ഒക്കെ വെച്ചിട്ട് കുറി ഇട്ട് കൊടുക്കുകയാണ്. ചട്ടിയിലും ചെങ്കല്ലിലും ഇട്ട് കൊടുത്തു കേട്ടോ. ഞാൻ അമ്മയെ സഹായിക്കാൻ വേണ്ടി, അമ്മയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ എടുത്തു കൊടുക്കാൻ വേണ്ടി അടുത്ത് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും എല്ലാവരും പൊങ്കാല ചട്ടിയെ കുളിപ്പിച്ച് കുട്ടപ്പനാക്കി പൂജാരി വരാൻ വെയിറ്റ് ചെയ്യായിരുന്നു. അങ്ങനെ പൂജാരി വന്നു, ദേവിക്കുള്ള പൂജ നടത്തി, പിന്നെ പുണ്യവെള്ളം തെളിച്ചു. പിന്നെ അദ്ദേഹമായിരുന്നു ആദ്യത്തെ പൊങ്കാല ചട്ടിയിൽ തീ തെളിയിച്ചത്. കന്നഡ പൂജാരി ആയതുകൊണ്ട് തന്നെ അവരുടെ നമ്മുടെ ആചാരത്തിലൊക്കെ കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നു കേട്ടോ. അതായത് വിളക്ക് വെക്കുന്ന ദിശയൊക്കെ അവരുടെ വേറെയാണ്. അങ്ങനെ ഈ ഫ്രണ്ടിൽ നിൽക്കുന്ന ആൻറ്റിമാരൊക്കെ തിരുത്തി കൊടുത്തു കേട്ടോ. നമുക്ക് ഇങ്ങോട്ടാ വെക്കേണ്ടത് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് എങ്ങനെ വേണ്ട അങ്ങനെ പറഞ്ഞു തന്നാൽ മതി, ഞാൻ അതുപോലെ ചെയ്തു തരാമെന്ന്. അങ്ങനെ വിളക്ക് വെച്ചു, എല്ലാവരും തൊഴുതു. ഐശ്വര്യമായിട്ട് ആദ്യത്തെ പൊങ്കാല ചട്ടിയിൽ അടുപ്പ് തെളിയിച്ചു കേട്ടോ. ഈ റൈറ്റ് സൈഡിൽ നിൽക്കുന്നില്ലേ ആൻറ്റിയുടെ പൊങ്കാല ചട്ടിയായിരുന്നു അത്. പിന്നെ ഈ ഒരു അടുപ്പ് നിന്നായിരുന്നു നമ്മളെല്ലാവരും തീ എടുത്ത് പാസ് ചെയ്ത് എല്ലാ ചട്ടിയിലും തീ ആയത്. നമ്മുടെ വീട്ടിൽ ആദ്യത്തെ പൊങ്കാല ആയതുകൊണ്ട് തന്നെ അമ്മയ്ക്കൊക്കെ കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം നല്ല രീതിയിൽ നടക്കണം എന്നുള്ളൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. എന്തോ ദേവിയുടെ ഒരു സഹായം നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. എല്ലാം നല്ല അടിപൊളിയായിട്ട് നടന്നു. അമ്മ പോയിട്ട് ആദ്യത്തെ പൊങ്കാല ചട്ടിയിൽ നിന്ന് തീ എടുത്തിട്ട് വരികയാണ്. അങ്ങനെ നമ്മുടെ ചട്ടിയിലും തീ കൊളുത്തി. അങ്ങനെ ഐശ്വര്യമായിട്ട് നമ്മുടെ ചട്ടിയിലും തീ വന്നു. നമ്മൾ വെള്ളം കുടിക്കുന്ന ഡിസ്പോസിബിൾ കപ്പ് ഉണ്ടല്ലോ, ആ കപ്പിന് 1 കപ്പ് അരിയാണ് അവർ തരിക കേട്ടോ. അപ്പൊ അമ്മയ്ക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, എടുത്ത വെള്ളം കുറച്ച് കുറഞ്ഞു പോയോ, അരി വേവില്ലേ എന്നൊക്കെ. പക്ഷെ എല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നു. നമ്മുടെ അടുപ്പ് അത്യാവശ്യം പുകഞ്ഞു തുടങ്ങിയപ്പോൾ വെള്ളം പെട്ടെന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റീൽ പ്ലേറ്റ് എടുത്ത് മൂടി വെച്ചു കേട്ടോ. പിന്നെ ഒരു 10-15 മിനിറ്റിനുള്ളിൽ വെള്ളം നല്ല അടിപൊളിയായിട്ട് തിളച്ചു. അങ്ങനെ അമ്മ അരി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ അവർ സംഭാരമൊക്കെ കുടിക്കാൻ തന്നു. അമ്മ പച്ച വെള്ളം കുടിച്ചില്ല കേട്ടോ, അതാവുന്നവരെ ഞാൻ മാത്രമേ കുടിച്ചുള്ളൂ. പിന്നെ അരി അത്യാവശ്യം വെന്ത് വന്നപ്പോൾ അതിലേക്ക് വെല്ലം ഇട്ടു. 4-5 പീസ് വെല്ലം ഉണ്ടായിരുന്നു കേട്ടോ. മധുരമൊക്കെ പാകത്തിനായിരുന്നു. പിന്നെ 2 ചെറുപഴം തന്നിട്ടുണ്ടായിരുന്നു, അതും വട്ടത്തിൽ മുറിച്ചിട്ടു. പിന്നെ നമ്മൾ കാഷ്യൂനട്ട്സും റേസിൻസും വറുത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ, അതും ഇട്ടു. പിന്നെ നമ്മൾ ഗീ ഇട്ടു. പിന്നെ അവസാനമായിട്ട് നമ്മുടെ തേങ്ങയും കൊട്ടി ചെറുതായിട്ടൊന്ന് കുറുകാൻ വേണ്ടി വെച്ചു. അധിക സമയമൊന്നും വേണ്ടി വന്നില്ല കേട്ടോ. ഒരു 1-1.25 മണിക്കൂറിനുള്ളിൽ നമ്മുടെ പൊങ്കാല പായസം റെഡിയായി. ഒരു കുഴപ്പങ്ങളും ഇല്ലാതെ നമുക്ക് പൊങ്കാല ഇടാൻ വേണ്ടി പറ്റി. കറക്റ്റ് സമയപ്പോൾ നമ്മുടെ പൂജാരി വന്നു, പുണ്യാഹം തെളിച്ചു. പിന്നെ അവർ വന്നിട്ട് എല്ലാ പൊങ്കാല ചട്ടിയിൽ നിന്നും കുറച്ച് പായസം എടുത്തിട്ട് പോയിട്ട് മിക്സ് ചെയ്തിട്ടാണല്ലോ നമുക്ക് തരിക. പിന്നെ എല്ലാവരും ചട്ടിയൊക്കെ പാക്ക് ചെയ്തു, അവിടെ ക്ലീൻ ചെയ്തു. 1:45 ആയപ്പോഴാണ് നമ്മൾ എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി പോയത്. ഇവിടെ കർണാടകയിൽ നമുക്ക് കിട്ടിയത് ബിസബൽ ബാത്ത്, കേർഡ് റൈസ്, അച്ചാറ്, പായസമായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ഫുഡായിരുന്നു. നല്ലൊരു പൊങ്കാല ദിവസമായിരുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ, എല്ലാവരുടെ കഷ്ടപ്പാട് മാറി നല്ല അടിപൊളി ആവട്ടെ ലൈഫ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ടാറ്റാ.